പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും GM അക്കാഡമി ഓഫ് മാത്തമാറ്റിക്സിലേക്ക് സ്വാഗതം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് ഇങ്ങനെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. എന്നതിൽ പറഞ്ഞിരിക്കുന്നത്, in this picture the perpendiculars to the bottom line are equally spaced. Prove that continuing like this the lengths of perpendiculars form an arithmetic sequence. ഇത്രയേ ഉള്ളൂ. അതായത് കുറച്ച് പെർപെൻഡിക്കുലേഴ്സ് തന്നിട്ടുണ്ട്. ഈ പെർപെൻഡിക്കുലേഴ്സ് ഒക്കെ ഈക്വലി സ്പേസ്ഡ് ആണ്. ഇവിടുന്ന് ഇങ്ങോട്ടുള്ളതല്ല കേട്ടോ. ആദ്യത്തെ പെർപെൻഡിക്കുലറും അടുത്തതും തമ്മിലുള്ള അകലവും പിന്നെ ഇതും 2, 3, 3, 4, 4, 5 ഇവ തമ്മിലുള്ള അകലമൊക്കെ ഈക്വൽ ആണ്. അങ്ങനെ തുല്യ അകലത്തിൽ വെച്ചിരിക്കുന്ന പെർപെൻഡിക്കുലേഴ്സ് ആണ്. ഇവയുടെ ഹൈറ്റ് ലെങ്ത് ആണ് കാണേണ്ടത്. അതൊരു സീക്വൻസ് ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് പെർപെൻഡിക്കുലറിന്റെ ലെങ്ത് എക്സ് എന്ന് വിചാരിച്ചു. ഇനി നമുക്ക് ഡിഇയുടെ ലെങ്ത് കാണണം അല്ലേ. അപ്പൊ ഡിഇയുടെ ലെങ്ത് കാണാനായിട്ട് ഞാൻ എന്ത് ചോദിച്ചാൽ ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങനെ യോജിപ്പിച്ചു. ഈ ലൈൻ യോജിപ്പിച്ചത് ഇതിന് പാരലലാണ്. അപ്പൊ ഈ ഒരു പിക്ചറിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഈ ബി ഡിയും ഇവിടെ ഇപ്പൊ ഞാനൊരു എം എന്ന് പേര് കൊടുത്തു. ഈ ബി ഡിയും സി എമ്മും ഈക്വൽ ആണ്. ഇത് പെർപെൻഡിക്കുലർ ആണ് ഈ ലൈനിന് അല്ലേ. അപ്പൊ ഈ ഡിസ്റ്റൻസ് തന്നെയല്ലേ എവിടെയും വരിക. അപ്പൊ ഇത് സി എം. ഇനി ഈ ഡി എഫ് ഇതും ഈക്വൽ ആണല്ലോ. അപ്പൊ നമ്മള് ഇവിടെ നിന്ന് വീണ്ടും ഞാനൊരു ലൈൻ ഇങ്ങനെ കാണിച്ചു. അപ്പൊ എന്തായി, ഇതും ഈക്വൽ ആണെങ്കിൽ ഈ സി എമ്മും ഇവിടെ എൻ കൊടുത്തു, ഇ എന്നും ഈക്വൽ ആവുമല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ലൈൻ കൂടെ വരയ്ക്കാം. എം എൻ ഒ പി. അപ്പൊ നോക്കൂ, ബി ഡി ഡി എഫ് എഫ് എച്ച് എച്ച് ജെ ഇതൊക്കെ ഈക്വലാ. അപ്പൊ അതിൻ്റെ അർത്ഥം സി എം ഇ എൻ ജി ഒ ഐ പി ഈക്വൽ ആണല്ലോ. അപ്പൊ 4 സൈഡും ഈക്വലായി. ഇനി നമ്മൾ മറ്റൊരു തിയറം 9th പഠിച്ചിട്ടുണ്ട്. ഒരു ലൈനിൽ നിന്ന് പെർപെൻഡിക്കുലേഴ്സ് വരച്ചിട്ട് നമ്മൾ ഇവിടെ മറ്റൊരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ, ഏതെങ്കിലും ആംഗിളിൽ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഇവിടെ ഏത് റേഷ്യോയിലാണോ ഭാഗിക്കുന്നത് അതേ റേഷ്യോയിൽ ഈ ലൈനിനെയും ഭാഗിക്കും. ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതുപയോഗിച്ച് ഡയഗ്രാം വരച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഈക്വൽ റേഷ്യോയിലാണ് ഭാഗിക്കുന്നത്. അതുകൊണ്ട് ഈ പെർപെൻഡിക്കുലർ ചെന്ന് മുട്ടുന്ന ഈ ലൈനിനെയും ഈക്വൽ റേഷ്യോയിലായിരിക്കും ഭാഗിക്കുക. ശരിയല്ലേ? അപ്പൊ സിഇ ഇ ജി ജി ഐ ഐ കെ ഇവയുടെ ലെങ്ത് ഈക്വൽ ആയിരിക്കും. ഓക്കെ. അപ്പൊ ഇത് രണ്ടും നമ്മൾ യൂസ് ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മളിവിടെ പറയാൻ പോകുന്ന ആദ്യം 2 ട്രയാങ്കിൾ എടുത്തു നോക്കാം. 2 ട്രയാങ്കിൾ. കൺസിഡർ ട്രയാങ്കിൾ സി എം ഇ കോമ ട്രയാങ്കിൾ ഇ എൻ ജി. ഈ 2 ട്രയാങ്കിൾ മാത്രമേ ഞാനിപ്പോൾ എടുക്കുന്നുള്ളൂ. ഇതിലെ ഈ ആംഗിളും ഈ ആംഗിളും 90 ഡിഗ്രിയാണ് നമുക്കറിയാം. അപ്പൊ ആംഗിൾ സി എം ഇ ഈസ് ഈക്വൽ ടു ആംഗിൾ ഇ എൻ ജി ഈക്വൽ ടു 90 ഡിഗ്രി. അപ്പൊ ഈ 2 ആംഗിൾ മാത്രമല്ല, ഇതും 90 ആണ്. അപ്പൊ ഇത് കൺസിഡർ ചെയ്തുകൊണ്ട് 2 എടുക്കണമെന്നേ ഉള്ളൂ. 2 എടുത്തപ്പോൾ അത് 90 ആണെന്ന് കിട്ടിയാൽ നമ്മൾ ഇത് രണ്ടും ഈക്വൽ ആണെന്നാണ് ഇനി പ്രൂവ് ചെയ്യാൻ പോണത്. അപ്പൊ അങ്ങനെ പ്രൂവ് ചെയ്യാനായിട്ട് 90 ഡിഗ്രി എടുത്താൽ നമ്മൾ ഏത് തിയറാ യൂസ് ചെയ്യുക? റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ തിയറം, RHS തിയറം അല്ലേ. അപ്പൊ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും RHS തിയറം അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾ തിയറം. 2 ട്രയാങ്കിളിന്റെ അല്ലെങ്കിൽ 2 റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഏതെങ്കിലും ഒരു സൈഡും ഹൈപ്പോട്ന്യൂസും ഈക്വൽ ആണെങ്കിൽ ആ 2 ട്രയാങ്കിൾസും കോൺഗ്രുവന്റ് ആയിരിക്കും. അപ്പൊ ഇവിടെ നോക്കൂ, ഈ ട്രയാങ്കിളിന്റെ 2 ആംഗിൾ 90 ആണെന്ന് കിട്ടി. ഇനി ഈ സൈഡ് സി എം എന്ന സൈഡ് ഈ ട്രയാങ്കിളിന്റെ ഇ എന്നിനോട് ഈക്വൽ ആണല്ലോ. അപ്പൊ സി എം ഈക്വൽ ടു ഇ എൻ. ഓക്കെ. അപ്പൊ ഒരു സൈഡ് ഇവിടെ ഈക്വൽ ആയി. ഇനി അടുത്ത സൈഡ് ഇത് ഹൈപ്പോട്ന്യൂസ് ഏതാണ്? സിഇ ഈക്വൽ ടു ഇവിടെ എന്താ? ഇ ജി. ഇത് ഈക്വൽ ആണ്. എന്താ പറയാൻ കാരണം? നമ്മൾ കഴിഞ്ഞ പ്രൊപ്പോർഷൻ തിയറം പഠിച്ചിട്ടുണ്ട്. ഒരു സൈഡും ഹൈപ്പോട്ന്യൂസും ഒരു സൈഡിനോടും ഹൈപ്പോട്ന്യൂസിനോടും ഈക്വൽ ആയി. അങ്ങനെ വരുമ്പോൾ ഈ 2 ട്രയാങ്കിളും ഉണ്ടായി കോൺഗ്രുവന്റ് ട്രയാങ്കിൾസ്. Therefore triangle CME is congruent to triangle ENG. Triangle CME is congruent to triangle ENG. അപ്പൊ ഇത് രണ്ടും കോൺഗ്രുവന്റ് ആയി. അതേപോലെ നമുക്ക് ഇത് രണ്ടും പറയാം. ചുരുക്കി പറഞ്ഞാൽ എന്താ? അപ്പൊ 4 ട്രയാങ്കിൾ എന്താണ്? കോൺഗ്രുവന്റ് ആണ്. Therefore triangle CME, triangle ENG, triangle GOI, triangle IPK are congruent triangles. ഇതെല്ലാം കോൺഗ്രുവന്റ് ആണെന്ന് കിട്ടി. ഇനി എന്തിനാ നമ്മൾ കോൺഗ്രുവന്റ് ആണെന്ന് തെളിയിച്ചത്? ഇത് കോൺഗ്രുവന്റ് ആണെങ്കിൽ അതിൻ്റെ മറ്റുള്ള
മറ്റുള്ള മെഷേഴ്സും ഈക്വൽ ആയിരിക്കും, മറ്റുള്ള സൈഡോ ആംഗിളോ ഈക്വൽ ആയിരിക്കും. നമ്മൾ ഈ സൈഡും ഇതിനോടും ഈക്വൽ ആണെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ പിന്നെ തേർഡ് സൈഡ് എന്തായാലും ഈക്വൽ ആവില്ലേ? അപ്പൊ ഈ തേർഡ് സൈഡ് ഇതിനോട് ഈക്വൽ ആവും, ഇത് ഇതിനോട് ഈക്വൽ ആവും, ഇത് ഇതിനോട് ഈക്വൽ ആവും. അപ്പൊ നമ്മള് തേർഡ് സൈഡിന് y എന്ന് കൊടുക്കാൻ പോവാം. ഇത് y ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി y എന്ന് കൊടുത്തു. അപ്പൊ ഈ രണ്ട് ട്രയാങ്കിളിലെ തേർഡ് സൈഡ്, therefore EM is equal to GN is equal to IO is equal to KP is equal to Y. അപ്പൊ നമ്മൾ ആ ഹൈറ്റിന് അതൊക്കെ ഈക്വൽ ആണല്ലോ, അതിന് നമ്മൾ y എന്ന് കൊടുത്തു. ഇത്രയും കഴിഞ്ഞു. ഫസ്റ്റ് ഹൈറ്റ് ബി സി ആണ്, അത് x, നമ്മൾ x എന്ന് കൊടുത്തു കഴിഞ്ഞു. സെക്കൻഡ് ഹൈറ്റ് DE, സെക്കൻഡ് പെർപെൻഡിക്കുലർ DE ആണ്. അതിന്റെ ഹൈറ്റ് എങ്ങനെയാണ്? ഈ DM-ഉം ME-യും ചേർന്നതാണ് അല്ലേ? ഏതാണ്? DE അല്ലേ? അപ്പൊ ഇത് BC x ആണ്, അപ്പൊ ഈ DM-ഉം x ആയിരിക്കുമല്ലോ അല്ലേ? അപ്പൊ സെക്കൻഡ് പില്ലർ DE, അപ്പൊ DE-യുടെ ഹൈറ്റ് DM-ഉം ME-യും ചേർന്നതാണ്. അപ്പൊ അതെന്താണ്? DMX, മറ്റേത് y. അപ്പൊ x പ്ലസ് y, ഇതിന്റെ ഹൈറ്റ് x പ്ലസ് y എന്ന് കിട്ടി. ഇനി നമുക്ക് തേർഡ് പില്ലർ FG എന്നാണ് പേര്, F മുതൽ G വരെ. അപ്പൊ ഈ D മുതൽ E വരെ x പ്ലസ് y ആണെന്ന് കിട്ടി. അതേ ഹൈറ്റ് അല്ലേ ഇവിടെ വരെ FN വരിക? FN-ന്റെ ഹൈറ്റ് എന്ത് വരും? x പ്ലസ് y വരും, പ്ലസ് ഇവിടെ ഒരു y ഉണ്ട് അല്ലേ? അപ്പൊ FG എന്ന് പറഞ്ഞാൽ FN പ്ലസ് NG എന്ന് വെച്ചാൽ x പ്ലസ് y പ്ലസ് y is equal to x പ്ലസ് 2y. ഇതാണ് FG-യുടെ ഹൈറ്റ് വരിക. ഓക്കെ, ഇനി HI ആണ് അടുത്ത പില്ലർ അല്ലേ? അടുത്ത പെർപെൻഡിക്കുലർ HI ആണ്. FG-യും HO-യും ഈക്വൽ അല്ലേ? അപ്പൊ FG-യുടെ ഹൈറ്റ് നമ്മളിപ്പോ കണ്ടുപിടിച്ചു, x പ്ലസ് 2y. അപ്പൊ ഈ HO എന്ന് പറയുന്നത് x പ്ലസ് 2y ആയിരിക്കും. ഇതേ ഹൈറ്റ് ആണ് ഇത്, അതിനോട് കൂടി ഒരു y കൂടെ കൂടി. അപ്പൊ HI is equal to HO പ്ലസ് OI, that is x പ്ലസ് 2y പ്ലസ് y. അപ്പൊ എന്ത് കിട്ടി? x പ്ലസ് 3y. ഇതിന്റെ ഹൈറ്റ് x പ്ലസ് 3y. ഈ ലാസ്റ്റ് HI തന്നെയാണ് JP. അപ്പൊ ഈ ഭാഗം x പ്ലസ് 3y ആണ്, ഇതും ഈ y-യും ചേരുന്നതാണ് ലാസ്റ്റ് ഹൈറ്റ് x പ്ലസ് 4y അല്ലേ? അതായത് ഇതിന്റെ ഈ പെർപെൻഡിക്കുലറിന്റെ പേര് JK എന്ന് പറയുന്നത് JP പ്ലസ് PK ആണ്. ദാറ്റ് ഈസ് JP ഏതിന് ഈക്വൽ ആണ്? HIക്ക് ഈക്വൽ ആണ്. HI എന്ന് പറഞ്ഞാൽ x പ്ലസ് 3y പ്ലസ് y ഇസ് ഈക്വൽ ടു x പ്ലസ് 4y. അപ്പൊ നിങ്ങൾ ഈ പേര് വെച്ചിട്ട് എഴുതണമെന്നില്ല. x അടുത്തത് x പ്ലസ് y, അടുത്തത് x പ്ലസ് 2y, x പ്ലസ് 3y, x പ്ലസ് 4y എന്ന് മാത്രം എഴുതിയാലും മതി. അപ്പൊ ഇവിടെ ഈ ഉയരങ്ങൾ നമ്മൾ കണ്ടെത്തി. ഇനി ഇതൊരു അരിത്തമാറ്റിക് സീക്വൻസ് ആണോ എന്ന് നോക്കണം. ഫസ്റ്റ് ടേം x, അടുത്തത് x പ്ലസ് y, അടുത്തത് x പ്ലസ് 2y, അടുത്തത് x പ്ലസ് 3y, അടുത്തത് x പ്ലസ് 4y. ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ട കാര്യമില്ല, നമുക്കറിയാം ഓരോ ഹൈറ്റിനോടും y ആണ് കൂടിയിരിക്കുന്നത്. അപ്പൊ കോമൺ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു y. Therefore this is an arithmetic sequence. Okay, മനസ്സിലായല്ലോ? നെക്സ്റ്റ് പ്രോബ്ലം. The algebraic expression of a sequence is xn is equal to n cube minus 6n square plus 13n minus 7. Is each an arithmetic sequence? നമുക്കൊരു algebraic expression തന്നിരിക്കുകയാണ്. ഇതൊരു arithmetic sequence ആണോ എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ സീക്വൻസിന്റെ algebraic ഫോം ഒക്കെ എഴുതാൻ പഠിച്ചിരുന്നു. arithmetic sequence പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. അത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോം കണ്ടാൽ തന്നെ പറയാൻ പറ്റും arithmetic sequence ആണോ അല്ലയോ എന്ന്. അപ്പോൾ ഏതായാലും ഇത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ n-ന് 1 2 3 4 എന്നിങ്ങനെ വാല്യൂ കൊടുക്കുക ചെയ്യാം. അപ്പോൾ n എന്നത് 1 ആണെങ്കിൽ എന്തായിരിക്കും x1. n-ന് 1 എന്ന് കൊടുത്തു. അപ്പോൾ 1 ക്യൂബ് മൈനസ് 6 ഇൻറ്റു 1 സ്ക്വയർ പ്ലസ് 13 ഇൻറ്റു 1 മൈനസ് 7. 1 ക്യൂബ് എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു 1 ഇൻറ്റു 1 1. 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു 1 1, 1 ഇൻറ്റു 6 6 പ്ലസ് 13 ഇൻറ്റു 1 13 മൈനസ് 7.
ഇത് ആഡ് ചെയ്യാനുള്ള എളുപ്പവഴി അറിയാലോ. പോസിറ്റീവുകൾ ആദ്യം ആഡ് ചെയ്യുക. ഈ ലൈനിൽ എത്ര പോസിറ്റീവ് ഉണ്ടോ നോക്കാം. ആദ്യം 1 പോസിറ്റീവാണ്, 13 പോസിറ്റീവ് അല്ലേ, അത് തമ്മിൽ ആഡ് ചെയ്യുക. 1ഉം 13ഉം കൂട്ടുമ്പോൾ 14, അതവിടെ വെച്ചു. ഇനി 2 സംഖ്യകൾ നെഗറ്റീവാണ്, അത് ആഡ് ചെയ്യുക. 6ഉം 7ഉം 2 നെഗറ്റീവാണ്, 6ഉം 7ഉം 13. എന്നിട്ട് നെഗറ്റീവ് മൈനസ് എന്നിട്ട് 13, ഇത്രയേ ഉള്ളൂ. 14 13 പോയാൽ 1. ഇനി എണ്ണിന് കൊടുക്കാൻ പോകുന്ന വാല്യൂ 2. അപ്പോൾ നോക്കൂ, x2 രണ്ടാമത്തെ ടേമാണ് കാണാൻ പോണത്. 2 ക്യൂബ് minus 6 into 2 square plus 13 into 2 minus 7. Okay. 2 cube. 2 into 2 into 2. 3 തവണ ഇൻറ്റു ചെയ്താൽ 8 minus 6 into 2 square. 2 into 2 4. 4 into 6 24 plus 13 into 2 എന്താണ് 26 minus 7. ഇനി ഇതിന്റെ ആൻസർ എളുപ്പത്തിൽ എഴുതാൻ നേരത്തെ പറഞ്ഞ പോലെ പോസിറ്റീവുകൾ ഉണ്ടോ നോക്കുക. ഇത് പോസിറ്റീവാണ്, ഇത് പോസിറ്റീവാണ്, അത് ആഡ് ചെയ്യുക. 8ഉം 26ഉം ആഡ് ചെയ്യുമ്പോൾ 34. ഇനി ഇത് നെഗറ്റീവാണ്, ഇത് നെഗറ്റീവാണ്. 24ഉം 7ഉം 31, 31. അപ്പം മൈനസ് 31, കാരണം ഇത് 2 നെഗറ്റീവ് ആണല്ലോ. അപ്പം നെഗറ്റീവ് 31 എന്നാണ് കിട്ടുക. അപ്പോൾ 34ന്ന് 31 പോയാൽ 3 കിട്ടി. ഇനി എന്നിന് നമ്മൾ കൊടുക്കുന്ന വാല്യൂ 3. x3 is equal to 3 cube minus 6 into 3 square plus 13 into 3 minus 7. 3 cube, 3 into 3 into 3, 27 minus 6 into 3 square. 3 square ആദ്യം കാണാം. 3 into 3, 9. 9 into 6, 54 plus 13 into 3, എത്രയാണ് 39 minus 7 equals. ആദ്യം പോസിറ്റീവുകൾ ആഡ് ചെയ്യുക. 27ഉം 39ഉം ആഡ് ചെയ്യുക. എത്ര കിട്ടുക 30 20 50 59ഉം 7ഉം 66 എന്ന് കിട്ടി. ഇനി നെഗറ്റീവുകൾ ആഡ് ചെയ്യുക. 54ഉം 7ഉം 61 മൈനസ് 61 ഇസ് ഈക്വൽ ടു 5. അപ്പൊ നമ്മൾ ഫസ്റ്റ് ടേം 1, സെക്കൻഡ് ടേം 3, തേർഡ് ടേം 5 എന്ന് കിട്ടി. 1 3 5. അപ്പൊ നമുക്ക് തോന്നിയ അത് നല്ല സംഖ്യകളാണല്ലോ, പരിചയമുള്ള സംഖ്യകളാണ്, സീക്വൻസ് ആണ് എന്ന് തോന്നി. പക്ഷെ ഇവിടെ ഈ ഫോം ക്യൂബിൽ തുടങ്ങിയതുകൊണ്ടേ നിങ്ങൾ തേർഡ് ടേമിൽ അവസാനിപ്പിച്ച പോരാ. നമുക്കൊരു ഫോർത്ത് ടേമും കൂടി ഒന്ന് കണ്ടുനോക്കാം. n is equal to 4. എന്താ സംഭവിക്കാൻ നോക്കാം. x4 is equal to 4 cube minus 6 into 4 square plus 13 into 4 minus 7. 4 cube എന്ന് പറയുമ്പോൾ 4 into 4 into 4. 4 into 4 16 into 4 64 മൈനസ് ഇതെങ്ങനെയാ ഇൻറ്റു ചെയ്യുക. 4 സ്ക്വയർ ആദ്യം കാണാം. 4 സ്ക്വയർ 16. ആ 16 into 6, 6 into 16 96 പ്ലസ് 13 into 4 52 അല്ലേ. അറിയില്ലെങ്കിൽ ഇൻറ്റു ചെയ്ത് നോക്കണം വർക്കിംഗ് കോളത്തിൽ. മൈനസ് 7. ദാറ്റ് ഈസ് നേരത്തെ ചെയ്ത അതേപോലെ പോസിറ്റീവുകൾ ആഡ് ചെയ്യുക. പോസിറ്റീവുകൾ ആഡ് ചെയ്യുക. 64ഉം 52ഉം ആണ് പോസിറ്റീവ്. എത്ര ഏതാ കിട്ടുക 116 എന്ന് കിട്ടും. ഇനി ഇത് 2 നെഗറ്റീവാണ്. 96 പ്ലസ് 7 96ഉം 7ഉം 103. 2 മൈനസ് ആയതുകൊണ്ട് മൈനസ് 103 ഇസ് ഈക്വൽ ടു 116 103 പോയാൽ 13. കണ്ടോ, ഇപ്പൊ ഒരു ഡിഫറൻസ് മനസ്സിലായി അല്ലേ. ഇവിടെ 1 3 5 പിന്നെ ഇവിടെ 13. ശരിയല്ല. അപ്പൊ അതാ പറഞ്ഞത് ഫോർത്ത് ടേമും കൂടി കാണണം. നമുക്ക് കിട്ടിയ ആൻസേഴ്സ് ഞാനൊന്ന് എഴുതാൻ പോവാണ്. 1, അടുത്ത ആൻസർ 3, അടുത്ത ആൻസർ 5, അടുത്ത ആൻസർ 13. ഇങ്ങനെയാണ് കിട്ടിയത്. തുടർന്ന് നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ 4 ടേമാണ് കണ്ടത്. 1 3 5 13 കിട്ടി. ഇതൊരു സീക്വൻസ് ആണോ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. ഇവിടെ 2 ആണ് ഡിഫറൻസ്, ഇവിടെ 2. പക്ഷെ ഇവിടെ എത്രയാ 13 5 പോയ 8 ആണ്. അപ്പൊ കോമൺ ഡിഫറൻസ് ഇല്ല. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം. 3 minus 1 is equal to 2. 5 minus 3 is equal to 2. 13 minus 5 is equal to 8 അല്ലേ. അപ്പൊ നോ കോമൺ ഡിഫറൻസ്. പേജ് നമ്പർ 18 അടുത്ത പ്രോബ്ലം ശ്രദ്ധിച്ചോളൂ. ഒരു സ്റ്റെയർ കേസ് തന്നിട്ടുണ്ട്, നമുക്ക് ചവിട്ടുപടികൾ തന്നിട്ടുണ്ട്. In the staircase shown here, the height of the first step is 10 centimeters and height of each step after it is 17.5 centimeters. ഇത് 10 centimeter,
ആദ്യത്തെ സ്റ്റെപ്പ് 10 സെന്റിമീറ്റർ, ബാക്കിയെല്ലാം 17.5 സെന്റിമീറ്റേഴ്സ് ഹൈറ്റിൽ ആണ്. രണ്ട് സബ് ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഹൈ ഫ്രം ദി ഗ്രൗണ്ട് വുഡ് ബി സമ്മൺ ക്ലൈംബിംഗ് അപ്പ് ആഫ്റ്റർ ഈച്ച് സ്റ്റെപ്പ്. ആരെങ്കിലും ഒരാൾ ഈ സ്റ്റെപ്പ് കയറുമ്പോൾ ഓരോ സ്റ്റെപ്പിലും എത്തുമ്പോൾ നിലത്ത് നിന്ന് ഗ്രൗണ്ടിൽ നിന്ന് എത്ര ഹൈറ്റിലാണ് ഇരിക്കുക. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദീസ് നമ്പേഴ്സ് ആസ് എ സീക്വൻസ്. ആ കിട്ടിയിട്ടുള്ള ആൻസേഴ്സ് ഒരു സീക്വൻസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു സമാന്തര ശ്രേണിയായിട്ട് എഴുതുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ സബ് ക്വസ്റ്റ്യൻ ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് ഗ്രൗണ്ടിൽ നിന്നുള്ള ഉയരം. ഫസ്റ്റ് സ്റ്റെപ്പ് ഗ്രൗണ്ട് അല്ല ഹൈറ്റ് ഫ്രം ദി ഗ്രൗണ്ട് ടു ദി ഫസ്റ്റ് സ്റ്റെപ്പ്. ഫസ്റ്റ് സ്റ്റെപ്പിലേക്കുള്ള ഉയരം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് മാത്രമേ ഞാൻ എഴുതുള്ളൂ. അത് 10 സെന്റിമീറ്റർ. ഇനി ഇയാൾ ഇവിടെ അപ്പോൾ ഇയാൾ ഇവിടെ എത്തി അല്ലേ. അയാൾ ഇനി വീണ്ടും ഒരു സ്റ്റെപ്പും കൂടെ മുകളിൽ കയറി ഇപ്പം ഇവിടെ എത്തി. അപ്പോൾ ഗ്രൗണ്ടിൽ നിന്ന് എത്ര ഹൈറ്റ് ഉണ്ട്? ഇത് 10. അപ്പോൾ ആ 10 ഇവിടെ ഉണ്ടാവും. 10ന്റെ കൂടെ ഈ ഹൈറ്റും കൂടെ കൂടും. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പിലേക്കുള്ള ഉയരം 10 + 17.5. ഈ ഹൈറ്റും കൂടെ കൂടി 27.5 എന്ന് കിട്ടി. ഓക്കെ അല്ലേ? ഇനി ഇപ്പം അയാൾ ഇവിടെ എത്തി. അയാൾ വീണ്ടും ഒരു സ്റ്റെപ്പും കൂടെ കയറി ഇവിടെ എത്തി അല്ലേ. അപ്പം അയാൾ ഇപ്പം നിൽക്കുന്നത് തേർഡ് സ്റ്റെപ്പ്, മൂന്നാമത്തെ പടിയിലാണ്. മൂന്നാമത്തെ പടിയിലേക്ക് വീണ്ടും ഹൈറ്റ് കൂടി. ഈ ഹൈറ്റിൻ്റെ കൂടെ ഈ ഹൈറ്റും കൂടെ കൂടി. അപ്പോൾ ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടുണ്ട് 27.5 + 17.5 45 സെന്റിമീറ്റർ എന്നാണ്. അപ്പോൾ ഇവിടം വരെയുള്ള ഹൈറ്റ് കിട്ടുക. വീണ്ടും അദ്ദേഹം ഒരു സ്റ്റെപ്പും കൂടെ കയറി, അതിൻ്റെയും ഹൈറ്റ് 17.5 ആണ്. അപ്പോൾ ഫോർത്ത് സ്റ്റെപ്പിലേക്കുള്ള ഹൈറ്റ് 45 + 17.5 62.5 ആണ് ഇവിടം വരെയുള്ള ഹൈറ്റ് അല്ലേ. അപ്പൊ ഈ ഹൈറ്റിനോ കൂടെ ഇതും കൂടെ കൂടി. അയാൾ വീണ്ടും കയറി. അപ്പൊ എന്തായി? ഈ ഹൈറ്റ് നമ്മളിപ്പോ കണ്ടുവച്ചിട്ടുണ്ട്, അത് തന്നെയാണ് ഇത്രയും. അതിൻ്റെ ഈ ഹൈറ്റും കൂടെ കൂടിയല്ലോ. ഫിഫ്ത്ത് സ്റ്റെപ്പിലേക്കുള്ള ദൂരം 62.5 + 17.5 80 സെന്റിമീറ്റർ. ഓക്കെ, ഇനി ഇപ്പൊ അയാൾ ഇവിടെ നിൽക്കുന്നു, ഒരു സ്റ്റെപ്പും കൂടെ മുകളിലേക്ക് കയറിയത്. അപ്പൊ അതാണ് സിക്സ്ത് സ്റ്റെപ്പ്. ആകെ 6 സ്റ്റെപ്സ് ആണുള്ളത്. അപ്പൊ ലാസ്റ്റ് സ്റ്റെപ്പില് കയറിയപ്പോ 80 + 17.5 97.5 സെന്റിമീറ്റർ ഹൈറ്റിലാണ് അദ്ദേഹം ഇപ്പോൾ നിൽക്കുന്നത്. ആദ്യത്തെ ഹൈറ്റ് 10 ആയിരുന്നു. പിന്നെ ഓരോ സ്റ്റെപ്പിന്റെ ഹൈറ്റ് 17.5 ആണ്. അത് കൂട്ടി 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 നമ്മൾ എഴുതിയപ്പോൾ നമുക്ക് ഇങ്ങനെ ആൻസേഴ്സ് കിട്ടി. ഇനി സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ പറഞ്ഞത്, ഈ കിട്ടിയ ഉയരങ്ങളെല്ലാം ഒരു ശ്രേണിയായിട്ട് എഴുതുക. ഈ കിട്ടിയ ഹൈറ്റ്സ് ഒക്കെ ഒരു സീക്വൻസ് ആയിട്ട് എഴുതുക. അപ്പൊ ആദ്യത്തെ ഹൈറ്റ് 10, അടുത്തത് 27.5, അടുത്തത് 45, നെക്സ്റ്റ് 62.5, നെക്സ്റ്റ് 80 ആൻഡ് 97.5. അപ്പോൾ ഇവിടെ 6 ടേമുകളാണ് നമ്മൾ എഴുതിയത്. ഇതിൽ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റെപ്പിന്റെ ഉയരം അല്ലേ. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഇതാണ് ഫസ്റ്റ് ടേം. അപ്പോൾ ഇതൊരു അരിത്തമാറ്റിക് സീക്വൻസ് ആണ്. കാരണം എന്താ, നമ്മൾ ആഡ് ചെയ്ത് പോകുന്നത് ഒരേ സംഖ്യയല്ലേ, കൂട്ടി കൂട്ടി പോകുന്നത് ഒരേ സംഖ്യയാണ്. ആ സംഖ്യയെ പൊതുവ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് എന്ന് പറയും. അപ്പോൾ ഈ സീക്വൻസിലെ കോമൺ ഡിഫറൻസ് എത്രയാ? 17.5. മനസ്സിലായല്ലോ?